ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് നേരി കാണാന്ന് വെച്ചു. ഒരാഴ്ച വീഡിയോ ചെയ്തില്ല. ചിലപ്പോൾ ഇച്ചിരി തിരക്ക് കൂടുതലാണ്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത കേട്ടോ. അപ്പോ ഇന്നൊന്ന് നേരി കണ്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഷോർട്സ് എടുത്ത കൂട്ടത്തിലാണ്. ഷോർട്സ് ഇടാറുണ്ട് ഞാൻ എല്ലാ ദിവസവും. നിങ്ങൾ കാണാറുണ്ടോ? എല്ലാ ദിവസവും ഷോർട്സ് ഇടാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാനുണ്ട് അല്ലെ? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ? ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ വിഷയങ്ങൾക്ക്, എന്റെ സാമ്പത്തിക പ്രശ്നത്തിനൊക്കെ ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. അല്ല, എന്റെ മാരേജ് നടക്കാത്ത എന്താണ്? എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാത്ത എന്താണ്? എനിക്ക് സ്വന്തമായൊരു വീട് തരാത്തത് എന്താണ്? അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ദൈവത്തോടുണ്ട് അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ദൈവം നിങ്ങൾക്ക് ആൻസർ തരാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ദൈവത്തിന്റെ മറുപടിയാണ് ഇന്ന് എന്റെ റീഡിങ് കേട്ടോ. അപ്പോ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണാതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ആ ഓളും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ടാരോട്ട് റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് പേഴ്സണൽ റീഡിംഗ്, സ്വന്തമായിട്ടുള്ള റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. ഇപ്പൊ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള റീഡിംഗ്, ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതായിരിക്കും കേട്ടോ. എല്ലാം നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ, അല്ലാത്തവരും ഇട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നൊന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്ത് മറുപടിയാണ് തരുന്നത്, എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തിട്ടുണ്ടാവാം അല്ലെ? ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തിട്ടുണ്ടാവാം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾക്ക് ഉത്തരം താമസിച്ച് തരുള്ളൂ കേട്ടോ. താമസിച്ച് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അത് എന്താ പറയാ, താമസിച്ച് ലഭിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് താമസിച്ച് ലഭിക്കുന്നതാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എംപ്രസ്, 4 ഓഫ് വാണ്ട്, ക്യൂൻ ഓഫ് കപ്പ്, 5 ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, 6 ഓഫ് കപ്പ്. ഫുൾ ഇന്ന് കപ്പാണല്ലോ കിട്ടിയേക്കുന്നത്. വാട്ടർ സൈൻ ആണേ. ഇത് നൈറ്റ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ് കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ പറയുന്നുണ്ട്. 7 ഓഫ് വാണ്ട്, ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. മൂൺ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, കിങ് ഓഫ് വാണ്ട് ഉണ്ട്, ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്, നൈൻ ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് കപ്പ്. ഇത്രയാണ് കാർഡുകൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ സ്റ്റക്കാണ് കേട്ടോ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് അതിന് പ്രതിഫലം ലഭിക്കുന്നില്ല. നിങ്ങളങ്ങ് വല്ലാതെ വിഷമിക്കുകയാണ്. ചില കാര്യങ്ങൾ വളരെ സ്റ്റക്കാണ്. പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തു. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ ചിലരുടെ സിറ്റുവേഷൻ, എല്ലാവരുടെ അല്ല, ചിലരുടെ സിറ്റുവേഷൻ കേട്ടോ. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും, നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് കപ്പ്, നിങ്ങളുടെ
പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഒരുപാട് കാർഡുകൾ വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ള ഒരുപാട് കാർഡുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയോ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്തത്. തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ പല പല തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അത് ലഭിക്കാനായിട്ട് ചിലപ്പോൾ ചില നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെ കിട്ടത്തില്ലെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കിനോ ഇതെനിക്കിനി കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡൗൺ ആവും, നെഗറ്റീവ് ആകും. കുറെ പ്രാർത്ഥിച്ചു മാനിഫെസ്റ്റ് ചെയ്തിട്ടും ലഭിക്കാതെ വരുമ്പോ ഇത് എനിക്ക് ലഭിക്കില്ല, അത് എന്താ പറയാ, എനിക്ക് അതിനൊന്നും യോഗ്യതയില്ല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോഴത്തേക്കിനാണ് അത് അകന്നകന്ന് വീണ്ടും പോകുന്നത്. അപ്പം പിന്നെ ചിലരുടെ കാര്യത്തിലാണ് എന്തൊക്കെയോ ഹൈഡായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. അതായത് ദൈവത്തിന് തന്നെ ആ ഒരു കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാഞ്ഞിട്ടാവാം, അല്ലെ നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ അതിനകത്തുണ്ട് ആ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കാത്തത്. ഇതൊക്കെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാവും. ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കൊക്കെ പോയിരിക്കുന്ന തേർഡ് പാർട്ടിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലവരുടെ കാര്യത്തില് നിങ്ങളുടെ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരാനാണ് ചിലർ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും അതിന് കുറച്ച് എന്താ പറയാ, കുറച്ച് ഡിലേ ആകും അത്തരം കാര്യങ്ങൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി തിരികെ വരുമെന്നും കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി പ്രാർത്ഥിക്കണം, ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുണ്ട് അങ്ങനെ പോയിട്ട് നിങ്ങളുടെ ഒരുപക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലവേഴ്സ് ആവാം. അപ്പൊ ആ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടുവരുന്നെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട്. ചിലർ പറയും ആ വ്യക്തി പോയെങ്കിൽ പോട്ടെ, ഒരിക്കലും തിരികെ കൊണ്ടുവരില്ല, അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരുണ്ട്. പോയെങ്കിൽ പോട്ടെ, എന്നെ വിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോയെങ്കിൽ എനിക്ക് തിരികെ വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരുണ്ട് തിരികെ കൊണ്ടുവരണമെന്ന്. എന്റെ വ്യക്തി എന്റേതാണ്, തിരികെ കൊണ്ടുവരണം, എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്, അവരോടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് തിരികെ വരും എന്ന് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് തിരികെ വരും എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ചിലവർക്ക് തിരികെ വരില്ല. പക്ഷെ നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശക്തമായിട്ട് അതിനായിട്ട് ആഗ്രഹിച്ചാൽ തിരികെ കൊണ്ടുവരാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. തിരികെ കൊണ്ടുവരാം കേട്ടോ എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാല് ചിലരോട് പറയുന്നത് 5 of Cups പറയുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തികളാവാം, സാമ്പത്തികമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു കാര്യം ചിലത് തിരികെ വരില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ എന്നാണ് പറയുന്നത്. ജീവിതകാലം മൊത്തം നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച്, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനിയും ഉണ്ട്, നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഓക്കെ, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് വീണ്ടും മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ ലൈഫ് നീ ജീവിച്ചു തീർക്കേണ്ടതല്ലേ, അപ്പൊ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇത് കൂടുതലായിട്ട് നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യത്തിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള ലേഡീസ് ആവാം, അല്ലെങ്കിൽ ഭാര്യ മരിച്ച പുരുഷന്മാരാകാം, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിഷമിയില്ലെന്നല്ല, വിഷമിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇനിയൊരു ലൈഫ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഉണ്ട്. നഷ്ടങ്ങൾ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളോ, വീടോ, വസ്തുവകകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നഷ്ടത്തെ ഓർത്ത് എപ്പോഴും അതേക്കുറിച്ച് ഓർത്തിരിക്കാതെ, അതായത് നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. പാസ്റ്റിൽ പലതും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതിനെ ഓർത്ത് വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട്.
നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറയുവാണ്. അപ്പൊ ഇത് നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാത്തതിനൊരു കാരണമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങളുടെ ലൈഫ് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങൾക്ക് വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം, ബിസിനസ്, സ്വർണം, പണം, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് എന്താണ്? സാമ്പത്തികം വേണം, വീട് വേണം. ഈ നഷ്ടപ്പെട്ടതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനിയും വേണം, അല്ല തിരികെ വേണം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ടുള്ള നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്തിരിക്കുകയാണ് എപ്പോഴും. അത് എനിക്ക് നഷ്ടപ്പെട്ടു, അയ്യോ നല്ല വീടായിരുന്നു, അല്ലെങ്കിൽ എന്റെ അത്രയും പണം നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതേക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ ആ വേണ്ടതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ആ വേണ്ടതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നഷ്ടപ്പെട്ടത് തിരികെ വരില്ല, അത് പോയതാണ്, ഇപ്പൊ അത് തിരികെ വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഇനി വേണ്ടതിനെ നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് വേണ്ടതിനെ നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അല്ലാതെ നഷ്ടപ്പെട്ടതിനെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. എപ്പോഴും എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതായത് എപ്പോഴും ചിന്തിക്കുന്നതാണ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണോ ആ കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടു, അതിനെ നിങ്ങൾ പൂർണ്ണമായും മറന്നു കളയുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇനിയും ലൈഫ് ഉണ്ട്, അതും ചിലരോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള വിഷമം കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരാൻ ഡിലേ ആകും. അപ്പൊ അങ്ങനെ ചിലർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരാൻ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തിരികെ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തിരികെ വരും എന്ന് പറയുന്നു. നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട് ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, ചിലര് മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പുതിയ ലവ് വരുന്നുണ്ട്, ഒരു മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് മാരേജ് നടക്കാത്തവര് നിങ്ങൾ മാരേജിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു മാരേജ് പ്രപ്പോസൽ വരുന്നുണ്ട്, നിങ്ങളുടെ മാരേജ് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളോട് ദൈവം പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരികയാണ്. നിങ്ങൾക്ക് ഇതുവരെ അത് ഡിലേ ആയി ഒരുപാട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ താമസിച്ചാണ് ലഭിക്കുന്നെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട, താമസിക്കുന്നോർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ചിലവര് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള നിങ്ങളുടെ ലവർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ആരോ ചിന്തിക്കുന്ന. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണം. പക്ഷെ എന്തോ ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ലഭിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിലാണ് ചിലരുടെ ഡൗട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നിവിടെ എല്ലാ കാർഡുകളിലും പറയുന്നുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ചില ഒരു എനർജി എന്ന് പറയുമ്പോൾ സിംഗിൾ മദറും സിംഗിൾ ഫാദറും എനിക്കിവിടെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തികൾ, അതായത് ഇവിടെ ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞ ഒരു സിംഗിൾ മദർ ആവാം, സിംഗിൾ പേരന്റ് ആവാം. അതാണ് ഇവിടെ എംബറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ വ്യക്തികള് നിങ്ങൾ സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെ സിംഗിൾ പേരന്റ് ആവാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആയിരിക്കാം, കോണ്ടാക്റ്റിൽ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വരുമെന്നാണ് കാണിക്കുന്നത്. ആ സിംഗിൾ മദർ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു ലേഡിയായിട്ട് കാണുന്നുണ്ട്, ഒരു ലേഡിയുടെ എനർജി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കാത്തൊരു വ്യക്തി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ നോ കോണ്ടാക്ട് ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയോന്ന് നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. അതുപോലെ തന്നെ ആ വ്യക്തിയും പ്രാർത്ഥിക്കുന്നുണ്ട്
നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണമെന്നും. പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങളാണ് നിങ്ങൾ തമ്മിൽ എന്താ പറയാ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാരേജിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ കോണ്ടാക്റ്റിലെത്തും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് റീയൂണിയൻ ഉണ്ട്. അതിനായിട്ട് കുറച്ച് കാത്തിരിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ചിലർ പക്ഷെ ആ ഒരു കാര്യത്തിനായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അത് ഉറപ്പായിട്ടും സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ നിങ്ങളുടെ പ്രസന്റിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ട അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിപ്പോ ലെറ്റ് ഗോ ചെയ്യുക, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാണെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു, ആ ഒരു വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്ട്, എന്തോ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി നോ കോണ്ടാക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാഷൻ ഫോളോ ചെയ്യുക. ആ ഒരു നിങ്ങൾ അവരെ ലെറ്റ് ഗോ ചെയ്യണം, അതായത് വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹത്തിന്റെ പുറകെ പോവേണ്ടതില്ല. ആ ആഗ്രഹത്തിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക, അതായത് നമ്മളെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയിലാണ് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ എപ്പോഴും അവരുടെ ചിന്തയാണ്, അവരെ കുറിച്ച് തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളെന്ന വ്യക്തിയെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുക. അതായത് നമ്മൾക്ക് വാല്യൂ കൊടുക്കുക, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ ഒരു വ്യക്തിയുടെ മാത്രം ഇഷ്ടങ്ങൾക്കല്ല നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്, നമ്മൾക്കും കൂടി നമ്മളുടെ ഇഷ്ടങ്ങൾക്കും കൂടി വാല്യൂ കൊടുക്കുക, നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. അതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് കേട്ടോ. നമ്മളെപ്പോഴും ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ അഡിക്റ്റഡ് ആയി അവരെ ഫോളോ ചെയ്ത് നടന്നാൽ അവർക്ക് നമ്മളോടൊരു വാല്യൂ ഇല്ല. പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ നമ്മളെ തന്നെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ കാര്യം ഡെവലപ്പ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുക, നമ്മളുടെ വ്യക്തിത്വം ഉയർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആരുടെയും പുറകെ പോവേണ്ട, അവരെ നമുക്ക് ഇങ്ങോട്ട് വരുത്താൻ പറ്റും. നമ്മൾ നമ്മുടെ വ്യക്തിത്വം ഉയർത്തുക എന്നുള്ളതാണ്. അത് ആദ്യം ചെയ്യുക. അത് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളുടെ പുറകെ വരും. അല്ലാതെ നമ്മൾ ഒരു വാല്യൂം കൊടുക്കുക, അതേ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പുറകെ കരഞ്ഞുകൊണ്ട് നടന്നാൽ ആ ഒരു വ്യക്തി നമ്മളെ മൈൻഡ് ചെയ്യില്ല. അതാണ്. അപ്പൊ നമ്മൾക്ക് വാല്യൂ കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾക്ക് വാല്യൂ കൊടുക്കുക, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കണം. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ നിങ്ങളുടെ ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നവരാണ്, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക, നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മൾ എന്ന വ്യക്തിത്വത്തെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കരിയർ ഉയർത്തിയെടുക്കുക, നമ്മുടെ വാല്യൂ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് എങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തി ആണെങ്കിൽ പോലും നമുക്കൊരു വാല്യൂ തരുള്ളൂ, ആരാണെന്ന് വെച്ചാലും. അപ്പൊ അതാദ്യം നിങ്ങൾ ചെയ്യട്ടോ. അങ്ങനെ ചെയ്യാത്തവരോടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളത് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങളോട് പറയുവാണ്, ദൈവം പറയുവാണ് നിങ്ങൾ ചിലരോടൊക്കെ. അല്ലാതെ എപ്പോഴും എന്റെ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അയ്യോ എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ എന്നുള്ള രീതിയിലല്ല നിങ്ങൾ പോവേണ്ടത്. നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളൊന്ന് വാല്യൂ കൊടുക്കുമോ, ഒന്നാമത് മറ്റൊരാളുടെ പുറകെ ഇങ്ങനെ പോവാതെ. പുറകെ പോയാൽ ഒരു വില ഉണ്ടാവില്ല. അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് വരുത്താൻ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്, നിങ്ങൾ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തിക കാര്യത്തിനാണ് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ പോവാണ്. ചില വ്യക്തികൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തി ആ ഒരു പാഷനിലൂടെ തന്നെ നിങ്ങൾ വളരെയധികം ഏൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റാർ പദവിയിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സ്റ്റാർ ആവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. മറ്റുള്ളവർ അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്റ്റാർ ആവാൻ പറ്റുന്നു നിങ്ങളുടെ പാഷനിലൂടെയാണ്. അതായത് നിങ്ങളുടെ കഴിവ് എന്താണ്, ആ കഴിവിലൂടെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനും മറ്റുള്ളവരാൽ അറിയപ്പെടാനും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ എത്തിച്ചേരാനും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും നിങ്ങൾക്ക് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് കേട്ടോ. ചിലവർ അങ്ങനെയുള്ള ഒരു കഴിവുള്ളവരുണ്ട്. അവരോടുകൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെ സാമ്പത്തികമില്ല, ആരും സഹായിക്കാനില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടു
ഇനി വീട്ടിലേക്ക് സാമ്പത്തികമില്ല, അല്ലെ വരുമാന മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കഴിവാണ് ഉറങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്തി മനസ്സിലാക്കുക. ആ ഒരു കഴിവിനെ കണ്ടെത്തി അത് വളർത്തിയെടുത്ത് അതിലൂടെ നിങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങളിൽ ആരോടൊക്കെ പറയാനായിട്ട് ദൈവം പറയുന്നുണ്ട്. അല്ലാതെ ഈ ജോലി നഷ്ടപ്പെട്ടതോർത്തോ സാമ്പത്തികവും എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ എന്ന് നിങ്ങൾ ആരോടൊക്കെയോ ദൈവം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് പോവുക. ആരും സഹായിക്കാനില്ല, ഒരുപാട് കടങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഈ പറയുന്നത്. ആരൊക്കെയോ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴത്തെ ചിലരുടെയൊക്കെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് സ്റ്റക്കാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സ്റ്റക്ക് ആണെങ്കിലും നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ സമയം കുറച്ച് മോശമായതുകൊണ്ടാണ് സ്റ്റക്കായിട്ട് ഇരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് എന്തായാലും. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ അധികം താമസിയാതെ നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. പുതിയ ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ തുടങ്ങാനായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്ര ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ലെവലിലുള്ള ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കമ്പനിയിലൊക്കെ നിങ്ങൾക്കൊരു മാനേജർ പോസ്റ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ടൈപ്പിലുള്ള ജോലി, നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിവുള്ളവരാണ്. ലേഡീസിനോടും ജെന്റ്സിനോടുമാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില ജോലികളൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അടുത്തടുത്ത് വരികയാണ്. ഗവൺമെന്റ് ജോലിക്കാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക, ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല ജോലി ലഭിക്കാൻ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി അതായത് നിങ്ങൾ ജോലി എന്ന ഒരു അവസ്ഥ നിങ്ങളെ മാറ്റിക്കളയാൻ പറയുന്നത്. ജോലി ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ ജീവിതകാലം മൊത്തം പോവേണ്ടവരല്ല. നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്, നല്ല പവർ ഉള്ളവരാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരാണ്. എന്തെങ്കിലും ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ചിലരോട് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊരു ജോലിയിലേക്ക് സ്ഥിരം ഒരു വരുമാനത്തിൽ ഇങ്ങനെ പോവേണ്ടവരല്ല. ഒരു ബിസിനസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്തൊരു ഹൈ ലെവലിൽ എത്തേണ്ടവരാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ പാഷൻ, എന്തെങ്കിലുമൊക്കെ പാഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക. അതുകൊണ്ടാവാം നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ വികസിപ്പിച്ചെടുക്കാൻ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർ പദവിയിലൊക്കെ എത്താനായിട്ട് പറ്റും. സ്റ്റാർ ആവാനൊക്കെ, ഒരു സ്റ്റാർ പദവിയൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് ചിലരോട് പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ കൂടെ ഒന്ന് നിങ്ങൾ കുറേശ്ശെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ആ ഒരു ലെവലും ഒന്ന് വികസിപ്പിച്ചെടുക്കുക, ആ ഒരു സൈഡും കൂടെ. അങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല ലെവൽ എത്തുമ്പോൾ ജോലി കളഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പാഷനിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർ പദവിയിലെത്താം. അതിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റുമെന്ന് ചിലരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ആരോടൊക്കെയോ പറയാനുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്, നിങ്ങൾ ആരോടൊക്കെയോ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണത്തില്ലേ? ഇങ്ങനെ എന്നിലൂടെ ദൈവം നിങ്ങളോട് പറഞ്ഞു തരികയാണ് ആരോടൊക്കെയോ. ഇതെല്ലാവരോടും ആയിരിക്കണം എന്നില്ല, ചിലരോട് മാത്രമാണ് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.